ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മനുഷ്യകുലത്തിലേക്ക് അളവറ്റ കരുണയും കൃപകളും ഒഴുകിയിറങ്ങുന്ന ദൈവകരുണയുടെ തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹത്തോടെ നേർന്നുകൊണ്ട് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവകരുണയുടെ അപ്പസ്തോലയായ വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ഈശോ ഇപ്രകാരം വെളിപ്പെടുത്തി: കരുണയുടെ ജപമാല ചൊല്ലുന്ന ആത്മാക്കളെ ജീവിതകാലം മുഴുവൻ, പ്രത്യേകിച്ച് അവരുടെ മരണസമയത്ത്, എൻ്റെ കരുണ അവരെ ആശ്ലേഷിക്കുമെന്ന്. ഇന്ന് ഫുജിറ നേഴ്സസ് മിനിസ്ട്രിയോട് ചേർന്ന് ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണക്കടലിലേക്ക് ഇനിയും അനേകം മക്കൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പൂ. ആത്മനാഥനേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന. ദിവ്യകാരുണ്യനാഥ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി എന്നും ഞങ്ങളോടുകൂടി ആയിരിക്കുവാനായി ഒരു ഗോതമ്പ് അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പാപികളും ബലഹീനരുമാണ്. ഞങ്ങളുടെ ബലഹീനതകളെ നീ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കുറവുകളെ നീ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ പാപങ്ങളുടെ മേൽ നീ കരുണയായിരിക്കണമേ. കർത്താവെ, ഞങ്ങളോട് നീ കരുണയാകണമേ. ജെറീക്കോയിലെ അന്ധനായ ബർത്തമിയോസിനെ പോലെ ഞങ്ങളും നിന്നോട് യാചിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് കരുണയാകണമേ. കർത്താവെ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളുടെ മേൽ കനിയണമേ. ദൈവത്തിൻ്റെ അനന്തമായ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ കനിവു തോന്നണമേ. പാപിയാണെങ്കിലും അലിവു തോന്നണമേ. കരുണയുള്ള ദൈവമേ കനിവു തോന്നണമേ. പാപിയാണെങ്കിലും അലിവു തോന്നണമേ. ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകരുണയിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ടും ഞങ്ങൾ ആശ്രയിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ടുള്ള ഏറ്റവും വലിയ ഉപാധിയായി ഞങ്ങൾ ദൈവമേ നിൻ്റെ ദൈവകാരുണ്യത്തെ സ്വീകരിക്കുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അങ്ങയുടെ കരുണയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, നിൻ്റെ കരുണക്കടലിൽ ഞങ്ങളെ മുക്കിയെടുക്കണമേ. അങ്ങയുടെ കരുണയുടെ ഒരു കിരണമെങ്കിലും ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കാൻ കൃപയാകണമേ. തിന്മയാൽ കലുഷിതമായിരിക്കുന്ന ഈ ലോകത്തിന് മുൻപെങ്ങുമില്ലാത്ത വിധം നിൻ്റെ കരുണ വളരെയധികം ആവശ്യമാണെന്ന് നീ അറിയുന്നുവല്ലോ. ഈശോയെ, ഞങ്ങൾ ലോകം മുഴുവനെയും, പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അങ്ങയുടെ കരുണയ്ക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് കരുണയാകണമേ. കർത്താവെ, ഇനിയും നിന്നെ അറിയാൻ കൃപ ലഭിക്കാത്ത അനേക നേഴ്സുമാരുണ്ട്. കൃപ ലഭിച്ചിട്ടും ലൗകിക ജീവിതത്തിൽ മുഴുകി കഴിയുന്ന അനേക നേഴ്സുമാരുണ്ട്.
കർത്താവെ, ഞങ്ങളുടെ വിളി തിരിച്ചറിഞ്ഞിട്ടും ആ വിളിയോട് പ്രത്യുത്തിരിക്കാൻ കഴിയാത്ത നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം ഓർത്ത് ഞങ്ങൾ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് നീ കരുണയാകണമേ. നിൻ്റെ അനന്തകാരുണ്യം ഞങ്ങളിലേക്ക് നയിക്കണമേ. കർത്താവെ, അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ്. അങ്ങ് ക്ഷമാശീലനും സ്നേഹസമ്പന്നനും വിശ്വസ്തനുമായ ദൈവമാണെന്ന് സങ്കീർത്തകനോട് ചേർന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവെ, നിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമെന്ന് ഞങ്ങൾ അറിയുന്നു. നിൻ്റെ കരുണയ്ക്കായി ഞങ്ങൾ യാചിക്കുന്നു. കരുണാമയ കനിയണമേ, ദൈവപിതാവേ കനിയണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ. ദൈവത്തിൻ്റെ അനന്തമായ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും ദിവ്യകാരുണ്യനാഥൻ്റെ മുന്നിൽ സമർപ്പിച്ച് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് കടക്കാം. ഓ സ്വർഗീയ സ്നേഹമേ, എൻ്റെ ഈശോയെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ പാദത്തിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ച അങ്ങയുടെ വത്സല ശിഷ്യരെ പോലെ ഇതാ ഞങ്ങളും അങ്ങയുടെ പാദാന്തികത്തിലായിരിക്കുന്നു. സങ്കീർത്തകനോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും. എന്തെന്നാൽ അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. എൻ്റെ അപ്പ, ഈ ദിവ്യകാരുണ്യത്തിൽ അങ്ങയുടെ തിരുമുഖം ദർശിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ് ഈശോയെ. ആ ദിവ്യകാരുണ്യത്തിലേക്ക് ഞങ്ങളെയും ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സ് സഹോദരങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദിവ്യസ്നേഹാഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. അങ്ങേ പരിശുദ്ധാത്മാഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ നിമിഷം ലോകമെമ്പാടുമുള്ള എല്ലാ പാപികളെയും എല്ലാ അവിശ്വാസികളെയും അങ്ങേ അറിയാത്തത് മൂലം ജീവിത വ്യർത്ഥതയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ പാപബന്ധനങ്ങളിലൊക്കെയും ആയിരിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും ഈശോയെ അങ്ങയുടെ കരുണക്കടലിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. അങ്ങ് വിശുദ്ധ ഫൗസ്തീനോട് അരുളി ചെയ്തുവല്ലോ, പാപികൾ എൻ്റെ അടുക്കൽ വരുന്നതിന് ശങ്കിക്കാതിരിക്കട്ടെ. എൻ്റെ ഹൃദയം കരുണയാൽ ജ്വലിക്കുകയാണ്. ഈ ആത്മാക്കളിലേക്ക് കരുണ ചൊരിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, ബോധപൂർവം ചെയ്യുന്ന ഏതൊരു പാപവും അങ്ങയുടെ കരുണയിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്നുവെന്ന് അരുളി ചെയ്ത ദൈവമേ, പലപ്പോഴും ബോധപൂർവം ഞങ്ങൾ ചെയ്തു പോകുന്ന ഈ പാപാവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആധിപത്യം പുലർത്തുവാൻ അങ്ങ് ഒരിക്കലും അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണ ഞങ്ങളിലേക്ക് അങ്ങ് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കുമ്പോൾ അവർ സൗഖ്യം പ്രാപിക്കുവാൻ തടസ്സങ്ങളായി നിൽക്കുന്ന ഈ പാപബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങൾ എന്നേക്കുമായി വിടുതൽ പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ കരുണ ഞങ്ങളിലേക്ക് അങ്ങ് ധാരാളമായി ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങൾ സ്പർശിക്കുന്ന രോഗികളിൽ, ഞങ്ങൾ ഇടപെടുന്ന ഓരോ വ്യക്തികളിലും ഞങ്ങളൊരനുഗ്രഹമായി തീരട്ടെ എന്ന് ഈ നിമിഷം ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ യാചിക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. കാരുണ്യവാനായ ജീവിക്കുന്ന ദൈവമായ ഈശോയെ, അങ്ങേ വിശ്വസ്തദാസരായ എല്ലാ വൈദികരെയും സന്യസ്തരെയും അങ്ങേ ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിക്കുന്നു. പ്രസാദാവസ്ഥയിലായിരിക്കാനുള്ള കൃപ അങ്ങേ ദിവ്യകാരുണ്യത്തിലൂടെ അവർക്ക് നൽകണമെന്ന്
അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. സിസ്റ്റർ ഫൗസ്റ്റീനിലൂടെ അങ്ങരുൾ ചെയ്തിട്ടുണ്ടല്ലോ, കുരിശിലെ കഠിനപീഡകൾ സഹിക്കുന്നതിനുള്ള ശക്തി നൽകിയത് വൈദികരാണെന്ന്. ഈശോനാഥ, അവരിലൂടെയാണല്ലോ അങ്ങേ കാരുണ്യത്തിൻ്റെ നീർച്ചാലുകൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. 2 പത്രോസ് 1:10 അങ്ങരുൾ ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അറിയുന്നതിൽ കൂടുതൽ ഉത്സാഹം കാണിക്കുവിൻ. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കൊരിക്കലും വീണു പോവുകയില്ലെന്ന്. ജീവിക്കുന്ന ദൈവമായ ഈശോയെ, ലോകമെമ്പാടുമുള്ള വൈദികരെ ഞങ്ങൾ അങ്ങേ ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിക്കുന്നു. സ്നേഹനാഥ, ജീവിതാരംഭം മുതൽ മരണം വരെ അങ്ങേ ആത്മായ പ്രേക്ഷിതർക്ക് വേണ്ടി അഹോരാത്രം ജോലി ചെയ്യുന്ന അവരെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നഴ്സിംഗ് മിനിസ്ട്രിയിൽ ജോലി ചെയ്യുന്ന എല്ലാ വൈദികരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രത്യേകം സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങേ ദിവ്യകാരുണ്യത്തിലൂടെ അവർക്ക് അനവധിയായ കൃപകളും ദാനങ്ങളും നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഈശോയെ, ദിവ്യകാരുണ്യത്തിൽ നിന്നൊഴുകുന്ന ശക്തിയിലൂടെ ഞങ്ങൾ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നവരാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, ദിവ്യകാരുണ്യത്തിലൂടെ ഒഴുകുന്ന ശക്തിയാൽ എല്ലാ വൈദികരെയും ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഏറ്റവും കരുണയുള്ള ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ജെറേമിയ 42:12 ഞാൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും. ഈ വചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ ദൈവത്തിൻ്റെ കരുണ നിറയുന്നതിനു വേണ്ടി നേഴ്സുമാരായ നമ്മെയും ലോകമെമ്പാടുമുള്ള സകല നേഴ്സുമാരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്ക 6:36 നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. കരുണാനിധിയായ ഈശോയെ, അങ്ങ് വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ അരുളി ചെയ്തുവല്ലോ, ഭക്തിതീക്ഷ്ണതയും വിശ്വസ്തതയും എളിമയും ശാന്തത ഉള്ളവരുടെയും കുഞ്ഞുങ്ങളുടെയും എന്നെ മഹത്വപ്പെടുത്തുന്നവരുടെയും ആത്മാക്കളെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. ഈ ആത്മാക്കളാണ് ഞാൻ ഭാരമുള്ള കുരിശുമരം ചുമന്ന് ഗാഗുൽത്തായിലൂടെ നടന്നു നീങ്ങിയപ്പോൾ എനിക്ക് ആശ്വാസവും ശക്തിയും നൽകിയത്. എൻ്റെ ആത്മാവിനോട് ഏറ്റവും അനുരൂപരായവരാണിവർ. ഭൂമിയിലെ എൻ്റെ അൾത്താരെ ശുശ്രൂഷിക്കുന്ന മാലാഖമാരെയാണ് ഞാൻ അവരിൽ കണ്ടത്. പ്രസാദവരങ്ങളുടെ സർവ്വസമ്പത്തും ഞാൻ അവരിൽ വർഷിക്കും. ഓ കരുണാനിധിയായ ഈശോയെ, നേഴ്സുമാരായ ഞങ്ങളെയും ലോകമെമ്പാടുമുള്ള സകല നേഴ്സുമാരെയും അങ്ങേ കരുണക്കടൽ മുക്കിയെടുക്കണമേ. അങ്ങയിൽ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. അങ്ങേ തിരുഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ. കുഞ്ഞുങ്ങളുടേതുപോലെ സ്നേഹത്തിലും വിശ്വസ്തതയിലും നിർമ്മലതയിലും എളിമയിലും വളർന്നു വരുവാനും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും നേഴ്സുമാരായ ഞങ്ങളെയും ലോകമെമ്പാടുമുള്ള സകല നേഴ്സുമാരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേണമേ. കാരുണ്യവാനും സ്നേഹനിധിയുമായ എൻ്റെ ഈശോയെ, ഇന്ന് ഞങ്ങൾക്ക് നിൻ്റെ കൂടെ ആയിരിക്കുവാനുള്ള കൃപ തന്നതിനെ ഓർത്ത് ഞാനങ്ങ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഈശോയെ, ഇന്ന് ലോകമെമ്പാടും ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുന്ന് സിസ്റ്റർ ഫൗസ്റ്റീനയോട് പറഞ്ഞു, ഇന്ന് നീ മന്തോഷൻ്റെ ആയിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും എൻ്റെ പക്കൽ കൊണ്ടുവരിക, അവരെ എൻ്റെ കർണക്കടലിൽ മുക്കിയെടുക്കുക. എൻ്റെ ഈശോയെ, ഈ നിമിഷം ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും ഞാൻ അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, നീ അവരെ അങ്ങയുടെ കർണക്കടലിൽ മുക്കിയെടുക്കണമേ. എൻ്റെ ഈശോയെ, നീ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം, കർത്താവെ, നിനക്ക് ഞങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ടല്ലോ നാഥ. ഞങ്ങളതിൽ നിന്ന് പിന്തിരിയുമ്പോൾ എൻ്റെ ഈശോയുടെ ഹൃദയത്തെയാണ് വേദനിപ്പിക്കുന്നതെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തരയണമേ. എൻ്റെ ഈശോയെ, ഞങ്ങൾ നിന്നിൽ നിന്നും അകന്നു പോകാതെ നിന്നോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു കൃപ നീ ഞങ്ങൾക്ക് തരയണമേ. ഒലിവുതോട്ടത്തിൽ വെച്ച് എൻ്റെ ഹൃദയം ഏറ്റവും അധികം വേദനിച്ചത് മന്ദഹൃദയരെ പ്രതിയാണ്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയത് അവരെ പ്രതിയാണ്. കാരുണ്യമുള്ള എൻ്റെ ഈശോയെ, അവരുടെ അവസാനത്തെ പ്രതീക്ഷ എൻ്റെ കാരുണ്യത്തിലേക്ക് ഓടി വരിക എന്നുള്ളതാണല്ലോ. കർത്താവെ, അവിടുത്തെ സ്നേഹാഗ്നിയാൽ അവരെ ജ്വലിപ്പിക്കണമേ. അവിടുത്തെ സ്നേഹത്തിൻ്റെ തീക്ഷ്ണതയിലേക്ക് അവരെ ആനയിക്കണമേ. എൻ്റെ ഈശോയെ, ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളെയും അങ്ങയുടെ അനുകമ്പ നിറഞ്ഞ ഹൃദയത്തിലേക്ക് ഞാൻ ഈ നിമിഷം സമർപ്പിക്കുന്നു. നാഥ, അവിടുത്തെ പുത്രന് അവരോടുള്ള സ്നേഹവും പുത്രൻ അവർക്ക് വേണ്ടിയേറ്റ സഹനവും അവിടുന്ന് പരിഗണിക്കണമേ. എൻ്റെ ഈശോയെ, അവരെ ഒരുത്തരെയും നീ ഉപേക്ഷിച്ച് കളയല്ലേ എന്ന് ഞാൻ അങ്ങോട്ട് യാചിക്കുന്നു. കാരുണ്യമുള്ള എൻ്റെ ഈശോയെ, കത്തോലിക്കാ സഭയിൽ നിന്നും പിന്തിരിഞ്ഞു പോയ എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും ഞാൻ അങ്ങേ കരുണയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. എൻ്റെ ശരീരത്തെയും എൻ്റെ ഹൃദയത്തെയും, അതായത് എൻ്റെ സഭയെ അവർ കീറിമുറിച്ചു. സഭയുമായി ഐക്യപ്പെടുമ്പോൾ പിരിഞ്ഞുപോയ മക്കൾ തിരികെ സത്യസഭയിലേക്ക് വരുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ മുറിവുണങ്ങുകയും അങ്ങനെ എൻ്റെ സഹനം ഇല്ലാതാവുകയും ചെയ്യും. വേർപിരിഞ്ഞു പോയ മക്കളുടെ മേൽ, പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ നേഴ്സുമാർ, കർത്താവേ, ദൈവമേ, സഭയുടെ വരപ്രസാദങ്ങളെ നിരസിച്ച് മനഃപൂർവ്വം തെറ്റി നിലനിൽക്കുന്നവരുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷമുണ്ടാകണമേ. എൻ്റെ ഈശോയെ, അവിടുത്തെ പുത്രൻ അവർക്ക് വേണ്ടിയേറ്റ സഹനവും കുരിശിലെ 3 മണിക്കൂർ സമയത്തെ പീഡാസഹനവും അവിടുന്ന് ഓർക്കണമേ. അവരുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവെ, ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളെയും അങ്ങേ കരുണക്കടലിൽ ഞാൻ ഈ നിമിഷം സമർപ്പിക്കുന്നു. ഈശോയെ, ഒരു മക്കളെയും നീ ഉപേക്ഷിച്ചു പോകരുതേ. ഈ ലോകത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ. അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഓ ദിവ്യകാരുണ്യനാഥ, ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ നാഥ, ഇന്നേ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളിൽ നിന്നും ഒഴുകി വരുന്ന അങ്ങയുടെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കളുടെ മേലും, ലോകമെമ്പാടുമുള്ള എല്ലാ പാപികളുടെ മേലും, ആഗോള കത്തോലിക്ക സഭയിലെ എല്ലാ പാപികളുടെ മേലും,
ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എൻ്റെ പൊന്നു തമ്പുരാനെ, അറിഞ്ഞോ അറിയാതെയോ വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ അവർ ചെയ്തു പോയ എല്ലാ തെറ്റുകളും അങ്ങയുടെ കരുണയാൽ വിശദീകരിച്ച് അവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ദൈവമേ, ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ മക്കളെയും അവർ അനുഭവിക്കുന്ന വേദനകളിൽ നിന്ന് മോചിതരായി മോക്ഷഭാഗ്യം പ്രാപിക്കുന്നതിനായി കാരുണ്യവാനായ അപ്പ, അവർ അനുഭവിക്കുന്ന വേദനകളെ അങ്ങയുടെ കുരിശിൻ ചുവട്ടിൽ ചേർത്ത് വെച്ച് കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ പാപങ്ങൾ കണക്കിലെടുക്കാതെ കാരുണ്യവാനായ അപ്പ അവരുടെ പാപങ്ങൾ പുറത്ത് അങ്ങയുടെ കാരുണ്യം നിറഞ്ഞ പരിപാലനയിൽ സ്വർഗത്തിൽ അങ്ങയിലേക്ക് ആനയിക്കാനും അങ്ങയുടെ തിരുമുഖം ദർശിക്കുവാനുമുള്ള കൃപ അവർക്ക് നൽകണമേ. ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന എല്ലാ നേഴ്സസ്മാരെയും അവരുടെ ജീവിത പങ്കാളികളെയും മക്കളെയും കുടുംബാംഗങ്ങളെയും പൂർവികരെയും എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യനായ നാഥ, ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കും അങ്ങയുടെ കരുണയിൽ രക്ഷ പ്രാപിക്കുമെന്ന് ഞങ്ങൾ കൂടുതലായി വിശ്വസിക്കുന്നു. കാരുണ്യനായ അപ്പ, അവരെത്ര കൊടും പാപികളായിരുന്നാലും അങ്ങയുടെ കാരുണ്യം എത്ര മഹത്വമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നാഥ, ആ വിശ്വാസത്തിൽ ഉറപ്പിച്ച് ഞങ്ങൾ അങ്ങയോട് കരുണയ്ക്കായി അപേക്ഷിക്കുന്നു. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ശാലോം ടി വിയിൽ കൂടി ഈ നിമിഷം ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാവരെയും ദൈവകരുണയിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഏറ്റെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരിലേക്ക് ദൈവകരുണ വലിയ വിടുതലായി സൗഖ്യമായി ഒഴുകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, നീതിയുടെ ദിവസത്തിന് മുന്നോടിയായി കരുണയുടെ ദിനങ്ങളെ അയക്കുമെന്ന്. കർത്താവെ, അങ്ങിപ്പോൾ അയച്ചിരിക്കുന്ന ഈ കരുണയുടെ ദിനങ്ങളെ സ്വീകരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ അങ്ങയുടെ ദൈവകരുണയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ദൈവകരുണയുടെ ദിനങ്ങളെ തിരിച്ചറിയുവാനുള്ള കൃപയും വിവേകവും അവർക്ക് തന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 36-ാം വാക്യം, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ദൈവത്തിൽ നിന്ന് ദയയും കരുണയും സ്വീകരിക്കുന്ന നാം നമ്മുടെ സഹോദരങ്ങളോടും കരുണ കാണിക്കണം. അതിനുവേണ്ടിയുള്ള വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളെയും നിൻ്റെ കരുണയുടെ വക്താക്കളാക്കണമേ. ഞങ്ങളും ജീവിക്കുന്ന സുവിശേഷങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. വിശുദ്ധ ഫൗസ്റ്റീനായെ പോലെ ഞങ്ങളും ദൈവകാരുണ്യത്തിൻ്റെ അപ്പസ്തോലരായി മാറാൻ ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവായ യേശുവേയും, ഞങ്ങളങ്ങയുടെ മുമ്പിൽ ആയിരിക്കുമ്പോൾ നേഴ്സസ് മിനിസ്ട്രിയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാരെയും അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകിയ ദാനങ്ങൾ വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങ് എങ്ങനെയാണോ മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തത്, അതിൻ്റെ വലിയ ഒരു പങ്ക് വഹിക്കുവാനായിട്ട് ഞങ്ങളെ അങ്ങ് തിരഞ്ഞെടുത്തുവല്ലോ. ഫിഷക്കുരനായ ലൂക്കാസ് ലീഹ അങ്ങയുടെ ജനനം മുതൽ അങ്ങയുടെ മരണം വരെയുള്ള കാര്യങ്ങൾ എത്രമാത്രം വ്യക്തമായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫിഷക്കുരനായിരുന്ന ഈശോ
സൗഖ്യദായകനായ ഈശോ ഇന്ന് ഞങ്ങളുടെ മധ്യേ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത്രയും സമയം അങ്ങയോടൊപ്പമായിരിക്കുവാനായിട്ട് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ ഒരു അവസരത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രവർത്തന മേഖലയിൽ, ശുശ്രൂഷയിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും ശുശ്രൂഷ നൽകി, സൗഖ്യം നൽകി, അങ്ങയുടെ നാമത്തിൽ അവരെ ബലപ്പെടുത്തുവാനായിട്ട് ഞങ്ങൾക്ക് കൃപ നൽകണമേ. പലപ്പോഴും ഞങ്ങളുടെ ഈ ശുശ്രൂഷ ഇത്രയും വലുതാണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ അവസരത്തിൽ, ഈ ഒരു കൂട്ടായ്മയിൽ ഞങ്ങളത് തിരിച്ചറിയുന്നു. കർത്താവേ, ഞങ്ങൾ മാത്രമല്ല, ഈ നഴ്സ് മിനിസ്ട്രിയിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റ് എല്ലാവരെയും, അനേകം പേരെയും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളറിയുന്നു ഞങ്ങൾക്ക് മാനസാന്തരം ആവശ്യമാണ്. ഞങ്ങളുടെ ഹൃദയങ്ങൾ, ഞങ്ങളുടെ മനസ്സുകൾ, ഞങ്ങളുടെ കൈകൾ അങ്ങ് വിശുദ്ധീകരിക്കണമേ, മലിനമാകാതെ കാക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷ എന്നും അങ്ങയോട് യോജിച്ച രീതിയിൽ, അങ്ങയുടെ മനസ്സിന് ഒത്തവണ്ണം നിർവഹിക്കുവാനായിട്ട് ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവകരുണയെ പ്രഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിലെ പ്രവാചകരാകാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാവട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.